ഇപ്പോൾ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ആ ആശുപത്രിയിൽ മരുന്നില്ല, ചികിത്സാ സൗകര്യങ്ങളില്ല, കെട്ടിടം പൊളിഞ്ഞു വീണു, അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ആ വകുപ്പ് മന്ത്രിമാർക്കുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ ദേവസ്വവുമായി, അതായത് ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മറ്റേത് അമ്പലങ്ങളെക്കാളും ഏറ്റവും വരുമാനമുള്ള, അതായത് വരുമാനമില്ലാത്ത മറ്റ് അമ്പലങ്ങളിലെ ജീവനക്കാരെ പോലും നിലനിർത്തിക്കൊണ്ടു പോകാൻ പ്രാപ്തമായിട്ടുള്ള ശബരിമല, ഇത്രയധികം ഭക്തലക്ഷങ്ങൾ എല്ലാ വർഷവും പോകുന്നു, ഇത്രയും വരുമാനമുള്ള ശബരിമല, ഈ കൃത്യമായ ഓഡിറ്റിംഗ് ഉള്ള, എല്ലാത്തിലും നിരീക്ഷണമുള്ള, അതായത് ഏറെ ശ്രദ്ധേയമായ ഒരു ആരാധനാലയമാണ് ശബരിമല. അവിടെ ഇത്രയും വലിയ അഴിമതി എന്ന്, അതായത് മോഷ്ടിച്ചുകൊണ്ട് പോക്ക് എന്ന് തന്നെ പറയാം. അതിനെ ആര് നടത്തിയിട്ടുണ്ടെങ്കിലും, ഇപ്പൊ ഇവരാരോപിക്കുന്ന പോലെ അതിന്റെ പിന്നിൽ വി ഡി സതീശനാണെന്നിരിക്കട്ടെ, ഇവരിപ്പോ പറയുന്നത് അതാണല്ലോ, എന്നാൽ പോലും ആ ഒരു പ്രതിപക്ഷ നേതാവിന് അത് നിയന്ത്രിക്കാൻ പറ്റിയെങ്കിൽ ശരിക്കും ഈ കടകംപള്ളിയും വാസവനും എന്താണ് ചെയ്യേണ്ടത്? അവിടെ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണ്. വേറെ എന്തെങ്കിലും പണിക്ക് പോകാൻ പറയണേ ഇവരോട്. എന്തിനാണ് അവർ ആ ഒരു സ്ഥാനം വഹിക്കാനിരിക്കുന്നത്? അപ്പോൾ ഇതിന് ഉത്തരം പറയേണ്ടത് ഇവർ തന്നെയാണ്. അത് ആരുടെ തലയിലും ചാരി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതിന് കൃത്യമായ മറുപടി ഇവിടുത്തെ ഭക്തർക്ക് മാത്രമല്ല അവർ കൊടുക്കേണ്ടത്. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഭഗവാൻ എന്തിനാണ് സ്വർണം കൊടുത്തത്? അത് ഈ കുറെ ന്യായീകരണ തൊഴിലാളികളുണ്ടല്ലോ, അതായത് വിഷയം മാറ്റി വിടുക എന്നുള്ള രീതിയിൽ, എന്തിനാണ് ഭഗവാന് കൊടുത്തത്? ഭഗവാന് സ്വർണം കൊടുത്തോ, അവല് കൊടുത്തോ, വെള്ളി കൊടുത്തോ എന്നല്ല അവർ അന്വേഷിക്കേണ്ടത്. ഉത്തരവാദപ്പെട്ടവർ അതവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അത് വേറൊരാൾക്ക് കട്ടുകൊണ്ട് പോകാനുള്ള അവസരം ഇവരുണ്ട്, ഇവർക്ക് എത്ര അതിൽ പങ്ക് കിട്ടി എന്നെല്ലാം ഈ LDF ഇതുവരെ ഉണ്ടായ ആരോപണങ്ങൾ എല്ലാം ഇവർ കളഞ്ഞോട്ടെ. പക്ഷെ ഇത് വ്യക്തമായി ഇവിടെ തെളിവുകൾ സഹിതം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇതിനുള്ള മറുപടി അവർ പറഞ്ഞേ പറ്റുള്ളൂ. ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റി പോകാൻ വേണ്ടിയിട്ട് ഇവർ പല നമ്പറുകളും ഇറക്കുന്നുണ്ട്. KB ഗണേഷ് കുമാറിനെ ഇറക്കി ആക്രി കുപ്പി പറക്കാൻ പറഞ്ഞു വിട്ടു.